അതെ, ചെക്കന്റെ വിദ്യാഭ്യാസമൊക്കെ എന്താ പറയണത്? അവനിപ്പോ ആ, ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ, ഇപ്പൊ എന്താണ് മാർക്കൊക്കെ എങ്ങനെയുണ്ട്? അവൻ ഇപ്പൊ 9ാം ക്ലാസ്സിലല്ലേ? ആ, ഇനി അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിലേക്കാണ്. അതെ. എന്താണ് മാർക്കൊക്കെ എങ്ങനെയുണ്ട്? മാർക്ക് ഭയങ്കര കുറവാണ്. അപ്പൊ നീ ശ്രദ്ധിക്കാറില്ലേ? ഫോണ് കാണല് കൂടുതലുണ്ട്. അവൻ പുസ്തകം വായിക്കുന്നതൊക്കെ നോക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? പഠിക്കണ്ട അവൻ? ബുക്കൊക്കെ വായിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മള് പഠിക്കുന്നു വിചാരിച്ചു. പക്ഷെ ഫോണ് കൂടുതലായിട്ട് അവൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഫോൺ ഉപയോഗിക്കുന്ന കാരണമായിരിക്കും അവനും അതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു നമുക്കൊരു കാര്യം കാര്യം ചെയ്യാം. പറയും. നമ്മള് അവന്റെ മുന്നിൽ വെച്ചിട്ട് ഫോൺ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കും. അവന്റെ മുന്നിൽ മാത്രമല്ല. മാത്രമല്ല, നമുക്ക് സേഫ്റ്റിക്ക് നമ്മളും കുറച്ച് മാറ്റി മൊബൈൽ മാറ്റി നിർത്തേണ്ടി വരും. ഉം. എങ്കിലല്ലേ കുട്ടി പഠിക്കുള്ളൂ. അതെ. കാരണം 10ാം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ, പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ ആവശ്യത്തിന് ഉപയോഗിക്കാം, ഉപയോഗിച്ചാൽ മതി. അല്ലേ? അതെ, അതുപോലെ നമ്മുടെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ, അതായത് കുട്ടികൾ ഗെയിമുകളും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് കളയാം. ഒറ്റയടിക്ക് നമുക്ക് മാറ്റം വരുത്താൻ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പതുക്കെ പഠിപ്പടിയായിട്ട് പടിപടിയായിട്ട് മൊബൈലിന്റെ ഉപയോഗം കുറയ്ക്കാം. അതേപോലെ തന്നെ അവർ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പുസ്തകം വായിക്കുക മാത്രമല്ലല്ലോ, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നുകൂടെ അവരുടെ കൂടെ ഇരുന്നിട്ട് ഇപ്പോൾ സീരിയൽ കാണുന്നതും അതുപോലെ സിനിമ കാണുന്നതും മാക്സിമം ഒഴിവാക്കിയിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുക. കാരണം കുറച്ച് കാലം കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പഠിക്കാൻ കഴിയും, അല്ലേ? ശ്രമിക്കില്ലേ? അപ്പൊ നമുക്കത് ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് തീരുമാനം എടുക്കാം, അല്ലേ? അങ്ങനെ ഓക്കെ. അപ്പോൾ നിങ്ങളോടുമാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസം നമ്മൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അത് തുടക്കം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഉപയോഗം പരമാവധി കുറയ്ക്കുക, നമ്മളും കുറയ്ക്കുക. അതുപോലെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ അവരെ മാക്സിമം മൊബൈൽ കൊടുക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ. ഇനി ഒരു പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാം. താങ്ക് യു.